വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ IBC ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? IBC ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ആണ്. ഓക്കേ, നമ്മൾ ആദ്യമേ തന്നെ പറയുവാണെങ്കിൽ നമ്മൾ കുറെ ഡെഫിനിഷൻസ് പറഞ്ഞായിരുന്നു. ഓക്കേ, ഞാൻ എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് ഓടിച്ച് പറയാം, എന്നിട്ട് നമുക്ക് റെസൊല്യൂഷൻ പ്രോസസ്സിലോട്ട് വരാം. ഓക്കേ, നമ്മൾ കുറെ ഡെഫിനിഷൻസ് പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് ആർക്കൊക്കെയാണ് ഇൻസോൾവൻസി ഈ പറയുന്ന പ്രോസസ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുന്നത്, അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു. ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ ആരൊക്കെയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിനുശേഷം ഈ പറയുന്നത് പോലെ കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ തന്നെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രോസസ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. IBC 5 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്, നമ്മുടെ പ്രൊഫഷണൽ ഏജൻസീസ്, ഈ പറയുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസ്, അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ, അവിടെ ഇൻസോൾവൻസി എന്ന് പറയുന്നത് കാരണം എന്താ, ഇന്ററിം എന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? അതായത് ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനെ തുടർന്ന് നമ്മൾ ഈ പറയുന്ന പോലെ മൊറട്ടോറിയം പീരീഡ് കൊടുത്തു, പബ്ലിക് അനൗൺസ്മെന്റ് നടത്തി അല്ലെ? എന്നിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്ന ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ ഡ്യൂട്ടീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ പറയുന്ന പറഞ്ഞ ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് നമ്മൾ നോക്കി. ഓക്കെ, സോ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ അവർ ഈ പറയുന്ന ഇൻസോൾവൻസി പ്രൊഫഷണലിന് വേണ്ടി അപേക്ഷ കൊടുത്തു, അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു, അവരോട് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞിരിക്കണേ. ഓക്കെ, ഇപ്പോഴും നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് എടുത്ത് കൊടുക്കാൻ പോവുകയാണ്. മനസ്സിലായി? ഇനി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വേണം തീരുമാനിക്കാൻ എന്ത് ചെയ്യണം. ഓക്കെ, അവർ വിട്ടുവീഴ്ച ചെയ്യാൻ റെഡിയാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വേണം തീരുമാനിക്കാൻ. അങ്ങനെ അവർ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോസസ് സക്സസ് ആയി. ഓക്കെ, അതർവൈസ് നമുക്ക് ഇതിലോട്ട് പോകേണ്ടി വരും, ലിക്വിഡേഷനിലോട്ട് പോകേണ്ടി വരും കേട്ടോ. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ അപ്രൂവൽ വാങ്ങിക്കാനാണ് പോകണം. നമുക്ക് one by one ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, the conduct of CIRP. ഇവിടെ the RP shall conduct CIRP. ഇപ്പോൾ നിലവിൽ RP ഇല്ല, നമുക്ക് IRP എന്ന് തന്നെ പറയാം. ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, CIRP, കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം കണ്ടക്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഓക്കെ, IRP shall manage the operations of corporate debtor routine CIRP. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, IRP അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് എന്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഈ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതുവരെയുള്ള ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന IRP തന്നെയാണ്. And the IRP shall continue to manage the operations of corporate debtor after the expiry of CIRP period. അതായത് CIRP പീരീഡ് വരെയാണ് ഈ പറയുന്ന IRPക്ക് അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കോർപ്പറേറ്റ് ഡെപ്റ്റർ കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അധികാരം. ഇനി ഇവിടെ പറയുന്നത് അങ്ങനെ ആ പീരീഡ് തീർന്നതിന് ശേഷവും 180 or 90 ഡേയ്സ് തീർന്നതിന് ശേഷവും നമുക്ക് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണലിന് കമ്പനിയെ മാനേജ് ചെയ്യാം. എത്ര വരെ? until an order approving the resolution plan under section 31. അതായത് സെക്ഷൻ 31 പ്രകാരം ഈ പറയുന്ന ഓർഡർ അപ്രൂവ് ചെയ്യുന്നത് വരെ or appointing the liquidator under section 34. That means order approve ചെയ്തില്ല, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. ആ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ ആർക്ക് തുടരാം, ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണലിൽ തുടരാം. മനസ്സിലായോ? സോ നിങ്ങളൊരു റെസൊല്യൂഷൻ പ്രൊഫഷണലാണ്, നിങ്ങൾ ഈ ചാർജ് ഏറ്റെടുത്താൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ മാനേജ് ചെയ്യും. എത്ര നാൾ വരെ? ഈ റെസൊല്യൂഷൻ പ്രോസസ് തീരുന്നത് വരെ അല്ല, ഈ പറഞ്ഞതുപോലെ ആ റെസൊല്യൂഷൻ പ്ലാൻ നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഓക്കെ ആണെന്ന് പറയുന്നത് വരെയോ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്പനി ലിക്വിഡേഷൻ തീരുമാനിച്ചിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ആരും തന്നെയായിരിക്കും, നമ്മുടെ ഇന്ററിം റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ തന്നെ. Okay, and duties and powers of RP same as of IRP. അതായത് IRP ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ ഡ്യൂട്ടീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ അത് IRP ഡ്യൂട്ടീസ് പവേഴ്സ് എന്ത് തന്നെയാണോ അത് തന്നെയാണ് RP. സോ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയം, ഈ IRP യും RP തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ ഓക്കെ, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ തന്നെയാണ് നമ്മൾ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇതിനിടയിൽ കയറി വരുന്നത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് തീരുമാനിച്ചു, അങ്ങനെ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഒക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്നു, അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ ആ IRP നെ തന്നെ നമുക്ക് RP ആയിട്ട് സെലക്ട് ചെയ്യാം.
അതർവൈസ് നമുക്ക് പുതിയൊരു ആപ്പിനെ അപ്ലോഡ് ചെയ്യാം. മനസ്സിലായി? അതായത് ഒരു റെസൊല്യൂഷൻ പ്രൊമോഷനിൽ നമ്മൾ IRP അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നുള്ള പേര് കൊടുത്ത് ഇവിടെ നിർത്താനുള്ള കാരണം അങ്ങനെ പണിയെടുക്കട്ടെ. മനസ്സിലായി? അങ്ങനെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ വ്യക്തമായിട്ട് ചെയ്യട്ടെ. ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആവട്ടെ. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഇന്റർവ്യൂ എന്നുള്ള പേര് നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ എന്തായിട്ട് മാറ്റുന്നുള്ളൂ? റെസൊല്യൂഷൻ പ്രൊമോഷനായിട്ട് മാറ്റുന്നു. അതർവൈസ് അങ്ങനെ എന്ത് തന്നെയായിരിക്കും ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊമോഷൻ തന്നെയായിരിക്കും. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊമോഷനിൽ തന്നെയാണ് ഭാവിയിൽ എന്തായിട്ട് പറഞ്ഞത് ലിക്വിഡേറ്റർ ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ലിക്വിഡേറ്റർ ആയിട്ട് വരാം. അതായത് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് IRP ആയിട്ടാണ്, ഇന്റർവ്യൂ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അങ്ങനെ RP ആയിട്ട് നിയമിക്കാം, റെസൊല്യൂഷൻ പ്രൊമോഷൻ ആയിട്ട് നിയമിക്കാം. മനസ്സിലായി? ഇനി ചില സാഹചര്യങ്ങളിൽ ഈ RP നെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ എന്തായിട്ട് കൂടെ നിയമിക്കാം, ലിക്വിഡേറ്റർ ആയിട്ട് നിയമിക്കാം. Situation മനസ്സിലായി? And the duty of IRP to hand over the information, documents, etc. to RP. അതായത് ഈ പറഞ്ഞ രീതിയിൽ IRP അല്ല, IRPയുടെ പ്ലാൻ പ്രകാരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പകരം പുതിയൊരു RP-നെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു റെസൊല്യൂഷൻ പ്രൊമോഷനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഈ IRP എന്ത് ചെയ്യണം? IRPയുടെ കൈവശമുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം പുതിയ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് വരുന്നത് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ. ഓക്കെ, സോ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തത് duties of resolution promotion section 25. നമ്മൾ ഓൾറെഡി IRPയുടെ പറഞ്ഞത് ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊമോഷനിലെ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണ് ആസ് പെർ സെക്ഷൻ 25 പ്രകാരം വരുന്നത്. നമുക്ക് ഓരോ കാര്യം നോക്കാം. ഓക്കെ, ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ദി അസറ്റ്സ് ഓഫ് കോർപ്പറേറ്റ്, കമ്പനിയുടെ അസറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക, ആൻഡ് ടു കണ്ടിന്യൂ ദി ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ടേക്ക് ഇമ്മീഡിയറ്റ് കസ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് കോർപ്പറേറ്റ് and exercise rights for the benefit of corporate debtor in judicial, quasi-judicial or arbitration proceedings. Okay, and raise interim finances subject to the approval of committee of creditors. Interim finances, അതായത് ഈ പറഞ്ഞ പ്രൊഫഷണൽ റെസൊല്യൂഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഫിനാൻസ് സ്വരൂപിക്കുക. ആരുടെ അനുഭവത്തോടു കൂടി? ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ അനുഭവത്തോടു കൂടി. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് ലിസ്റ്റ് ഓഫ് ക്ലെയിംസ്. ഈ ക്രെഡിറ്റേഴ്സിന്റെ ക്ലെയിംസിന്റെ ഒരു അപ്ഡേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. Prepare information memorandum. Okay, information memorandum prepare. ഒരു പുതിയ ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊമോഷനുകളുടെ ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നതാണ് പ്രിപ്പയർ ചെയ്യുക. സോ എന്താണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം? ഒരു വഴിയെ നോക്കാം. Appoint accountants, legal and other professionals, represent and act on behalf of corporate debtor with third parties, and present all resolution plans at meeting of committee of creditors. And present all resolution plans at the meeting of committee of creditors. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത. സോ ഈ റെസൊല്യൂഷൻ പ്രൊമോഷനുകളുടെ പരിപാടിയാണ് അങ്ങനെ ചെയ്ത പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലായോ? സോ ചുരുക്കം പറയുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വ അധികാരം ആരോട് വരും? ഈ പറഞ്ഞ റെസൊല്യൂഷൻ പ്രൊമോഷൻ കൊണ്ടുവരും. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടെ, ഇന്റർവ്യൂവും റെസൊല്യൂഷൻ പ്രൊമോഷനിൽ നമ്മൾ കൺഫ്യൂഷൻ ആവട്ടെ. ഇപ്പൊ താൽക്കാലികമായിട്ട് നിങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊമോഷൻ ആയിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, മനസ്സിലായോ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് റീപ്ലേസ്മെന്റ് ഓഫ് RP ബൈ COC. അതായത് ഇപ്പൊ നിയമിച്ചിരിക്കുന്ന ഇന്റർവ്യൂ റെസൊല്യൂഷൻ പ്രൊമോഷനെ ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇപ്പോഴുള്ള IRP-നെ ഓക്കെ അല്ലെങ്കിൽ RP-യെ അങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ ആർക്ക് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യും. അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒപ്പീനിയൻ ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് RP should be replaced. അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ റെസൊല്യൂഷൻ പ്രൊമോഷനെ റീപ്ലേസ് ചെയ്യാം. അത് name of proposed RP is decided by a voting of 66% of the voting shares. അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിളിച്ചു ചേർത്തി ഒരു 66% വോട്ടിംഗോട് കൂടി പുതിയൊരാളെ നമുക്ക് എന്ത് ചെയ്യാം? പ്രപ്പോസ് ചെയ്യാം. മനസ്സിലായോ? അതായത് നിലവിൽ മിസ്റ്റർ എ ആയിരുന്നു അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചു. COC വിളിച്ചു ചേർത്തി മിസ്റ്റർ ബി എ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രപ്പോസ്ഡ് റെസൊല്യൂഷൻ പ്രൊമോഷനുകളുടെ പേര് തീരുമാനിക്കാൻ മിനിമം എത്ര ശതമാനം? 66% വോട്ടിംഗ് വേണം. ഇനിയുള്ള പ്രോസസ് എന്താണെന്ന് നോക്കി. നെയിം ഓഫ് പ്രപ്പോസ്ഡ് IRP, അതായത് ഈ പറഞ്ഞ മിസ്റ്റർ ബി എ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്
അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് ബോർഡിനെ എങ്ങനെയായിരുന്നു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഈ പറഞ്ഞ നിലവിലുള്ള ഇന്റർനെറ്റ് റെസൊല്യൂഷൻ പ്രൊഫഷനിൽ വേണ്ട, അല്ലെങ്കിൽ നിലവിലുള്ള റെസൊല്യൂഷൻ പ്രൊഫഷനിൽ വേണ്ട, ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനി ഞങ്ങൾക്ക് പൈസ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴും ഡൗട്ട് ചെയ്തിരിക്കുകയാണ്. സോ മിസ്റ്റർ ബി എ എന്താണ് അപ്പോയിന്റ് ചെയ്താൽ മതി, ഈ റെസൊല്യൂഷൻ പ്രൊഫഷനായിട്ട് അപ്പോയിന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ 66% വോട്ടിങ്ങോട് കൂടി ആർക്ക് അപേക്ഷ കൊടുക്കാം, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കാം. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആ ആളുടെ പേര് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയിൽ ഇങ്ങനെ ഒരാളുണ്ട് അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ ആർക്ക് കൊടുക്കാം, ഈ പറയുന്ന ഇൻഷുറൻസ് ആൻഡ് ബാങ്ക്രപ്സി ബോർഡിന് കൊടുക്കും. ഇനി ബോർഡിന്റെ പ്രോസസ് എന്താണെന്ന് നോക്കി. If non-disciplinary proceedings are pending against the proposed RP, the board shall confirm the name of RP. മനസ്സിലായോ? അതായത് മിസ്റ്റർ ബിയുടെ പേരിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സും ഇല്ലെങ്കിൽ മിസ്റ്റർ ബിയെ എന്താണ് നിയമിച്ചോളാൻ പറയാം, ബോർഡിന് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷനായിട്ട് നിയമിച്ചോളാൻ പറയാം. And if any disciplinary proceedings are pending against the proposed RP, the RP already appointed shall continue till appointment of another RP is made. മനസ്സിലായോ? അതായത് മിസ്റ്റർ ബിയുടെ ബോർഡ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ ആർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം, മിസ്റ്റർ എക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഏതുവരെ? അടുത്ത ഒരു പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. സോ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് 66% വോട്ടിങ്ങോട് കൂടി നമുക്ക് നിലവിലുള്ള ആർപി വേണ്ടാമെന്നും പുതിയ ആർപി വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നു. ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബോർഡിനെ അറിയിക്കുന്നു. ബോർഡ് ചെക്ക് ചെയ്യുന്നു ഈ പറയുന്ന മിസ്റ്റർ ബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ലെങ്കിൽ മിസ്റ്റർ ബിയെ തന്നെ എന്ത് ചെയ്യുന്നു, റെസൊല്യൂഷൻ പ്രൊഫഷനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇനി മിസ്റ്റർ ബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ എയോട് പറയുന്നു, ദാറ്റ് മീൻസ് നിലവിലുള്ള ആളോട് പറയുന്നു നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു, പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ സിഒ ഡിഒ പുതിയ ആരാണോ അങ്ങനെ വരുന്നത് വരെ നിങ്ങൾ തന്നെ കണ്ടിന്യൂ. ഓക്കെ മനസ്സിലായോ? നമുക്ക് നോക്കാം. Approval of COC for certain actions. Okay, അതായത് കഴിഞ്ഞ വീഡിയോയിൽ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, ഏത് മാനർ ഓഫ് ഡിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടെ ശ്രദ്ധിച്ച് നിങ്ങളോട് പറഞ്ഞ 51% കേസ്. ദാറ്റ് മീൻസ് ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നത് 51% വോട്ടിംഗ് റേറ്റോട് കൂടിയിട്ടാണ് അല്ലെ. അതായത് പകുതിയിൽ കൂടുതൽ ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ ആ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ in section 28 നമ്മളോട് പറയുന്നത് ചില കാര്യങ്ങൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എത്ര ശതമാനം വോട്ടിംഗ് വേണം, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ 75% വോട്ടിംഗ് കേസ് ക്ലോസ് ചോദിക്കാൻ സാധ്യതയായിരിക്കണം സാധിക്കും. സോ നോർമലി കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിളിച്ചു ചേർത്തി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 51% മതിയെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ undertake any related party transaction, അതായത് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് സെക്കൻഡ് വൺ മേക്ക് ചേഞ്ചസ് ഇൻ ദി മാനേജ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ഡെബ്റ്റ് ഓർ ഇൻ സബ്സിഡിയറി, അതായത് മനസ്സിലായോ കോർപ്പറേറ്റ് ഡെബ്റ്റിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറിക്കോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഓക്കേ റൈസ് ഇന്റർൻ ഫിനാൻസ് എമൗണ്ട് ഡിസൈഡഡ് ബൈ സിഒസി, അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റർൻ ഫിനാൻസ് സ്വരൂപിക്കണമെങ്കിൽ and amend any constitutional document of corporate debtor, ഏതെങ്കിലും തരത്തിലുള്ള constitutional documents amend ചെയ്യണമെങ്കിൽ and disposal of shares of any shareholders and delegate authority to any other person, ഏതെങ്കിലും വേറെ ആൾക്ക് ഈ പറയുന്ന പങ്കാളികൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. Make changes in terms of contract of such person as specified by the COC. COC പറയുന്ന ചില വ്യക്തികളുമായിട്ട് കോൺട്രാക്ട് amend ചെയ്യാൻ ചേഞ്ചസ് വരുത്തുക. And make changes in terms of contract of statutory auditors and internal auditors. Create security interest, change the capital structure and give instruction to financial institution for debt transaction amount decided by COC. അതായത് COC കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡെറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ. ഓക്കെ ഇത്രയും കേസിനകത്ത് ഈ 11 കേസിനകത്ത് നമുക്ക് 51% അല്ല വേണ്ടത്, പകരം 75% വോട്ടിംഗ് ചേഞ്ചസ് വേണം. ഓക്കെ നിങ്ങൾ ആ പ്രോസസ്സ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആലോചിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ നോർമൽ കേസിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ സിഒസിക്കകത്ത് കയറി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 51% വോട്ടിംഗ് റേറ്റ് മതിയെങ്കിൽ ഈ ഒരു 11 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എത്ര ശതമാനം മിനിമം കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ 75% വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ?
സോ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. നോർമലി 51% വരുന്നവിടെ ഇത്രയും കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ നമുക്ക് 75% വേണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവരുടെ ഡ്യൂട്ടി പറയുന്ന നേരത്ത് ആരെയാ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷന്റെ ഡ്യൂട്ടി പറയുന്ന നേരത്ത് ഒരു സാധനം പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ഇൻഫർമേഷൻ മെമ്മോ അല്ലെ. അതായത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പറയുന്ന ഇൻഫർമേഷൻ മെമ്മോറാണ്ടം? Okay, the resolution professional shall prepare an information memorandum in such a form and manner containing such relevant information as may be specified by the board for formulating a resolution plan. അതായത് ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് പറയുന്ന കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ നോക്കി പുതിയ ടേമാണ് containing such relevant information. Okay, ബോർഡ് പറയുന്ന certain relevant information വെച്ച് എന്ത് ചെയ്യാം ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കേ the resolution person prepare the information memorandum in such a form and manner containing എങ്ങനെയാ containing the relevant information as specified by the board. അതായത് ബോർഡ് പറയുന്ന ആ relevant information അടിസ്ഥാനത്തിൽ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പറയുന്ന relevant information? നമുക്ക് അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാം. The resolution professional shall provide the resolution applicant access to all relevant information in physical and electronic form provided such a resolution applicant undertakes. അതായത് ഈ പറഞ്ഞിരിക്കുന്ന resolution professional എന്ത് ചെയ്യാം shall provide to the resolution applicant. അതായത് നേരത്തെ നമ്മൾ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ shall provide to the resolution applicant access to all relevant information. എല്ലാ തരത്തിലുള്ള റിലവന്റ് ഇൻഫർമേഷൻസും ആർക്ക് വേണമെങ്കിലും കൈമാറാം. ഈ പറഞ്ഞ റെസൊല്യൂഷൻ ആപ്ലിക്കന്റിന് കൈമാറാം. അത് ഈ ഫിസിക്കലോ ഇലക്ട്രോണിക് ഫോംസിലോ മനസ്സിലായോ? സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് ആരൊക്കെയാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്ലാനുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, റെസൊല്യൂഷൻ പ്രൊഫഷണൽ സബ്മിറ്റ് ചെയ്യുന്നത്, അതിലേക്കാണ് നമ്മൾ റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് എന്ന് പറയുന്നത്. സോ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ കിട്ടാനുള്ള അധികാരമുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള അധികാരമുള്ളതുപോലെ തന്നെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള അധികാരമുള്ളതുപോലെ തന്നെ ഓക്കെ ഇവിടെ നമ്മുടെ റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് ഏത് കിട്ടാനുള്ള അധികാരമുണ്ട് ഈ പറയുന്ന റിലവന്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്. റിലവന്റ് ഇൻഫർമേഷൻ എന്താണെന്ന് പറയാം, അടുത്തതിൽ നമുക്ക് പറയാം. ഇത് മാത്രം ആലോചിക്കാം. സോ നമ്മുടെ IRPയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഈ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യുക. ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്താണെന്ന് വെച്ചാൽ ബോർഡ് സ്പെസിഫൈ ചെയ്യുന്ന റിലവന്റ് ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് ഓക്കെ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പ്ലാനിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന റിലവന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആർക്കും കൂടെ കൊടുക്കേണ്ടി വരും, ഈ റെസൊല്യൂഷൻ ആപ്ലിക്കന്റിനെ കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനകത്ത് പറയുന്ന കാര്യം നോക്കി to comply with the provision of law for the time being in force related to the confidentiality and insider trading. അതായത് ഈ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസൈഡർ ട്രേഡിംഗ് കേസ് ആണ് മനസ്സിലായോ? And to protect any intellectual property of the corporate debtor if they have access to. അതായത് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന റിലവന്റ് ഇൻഫർമേഷൻ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞത്, ഈ റെസൊല്യൂഷൻ ആപ്ലിക്കന്റിന് കൊടുക്കാനാണ് പറഞ്ഞത്. ആ റെസൊല്യൂഷൻ ആപ്ലിക്കന്റ് ഇതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം, ഇൻസൈഡർ ട്രേഡിംഗ് ഒന്നും പോസിബിൾ ആക്കരുത്. അതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലാവും. മനസ്സിലായോ? അതിനെ മിസ്യൂസ് ചെയ്യുന്നതാണ്. And not to share the relevant information with the third parties. That means ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ കൊടുക്കുന്ന ഈ relevant information third parties-നെ കൈമാറാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് relevant information. Okay, the relevant information means the information required by the resolution applicant to make the resolution plan for the corporate debtor. Okay, അതായത് റെസൊല്യൂഷൻ ആപ്ലിക്കന്റിന് വേണ്ട ആവശ്യം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ which shall include the financial position of corporate debtor. അതായത് corporate debtor's financial position എത്രയാണെന്നാവാം, all information related to the dispute by or against a corporate debtor. Corporate debtor ഏതൊക്കെ ഡിസ്പ്യൂട്ടിനാണ് ഇപ്പോൾ കിടക്കുന്നതെന്നുള്ള കാര്യമാവാം, and any other matter pertaining to the corporate debtor as may be specified. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ഡെബ്റ്ററുടെ ഫിനാൻഷ്യൽ പൊസിഷനും അതുമായിട്ട് ബന്ധപ്പെടുത്തി കയറുന്ന എല്ലാ വിവരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ റിലവന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഡെബ്റ്ററുടെ വിവരങ്ങൾ അത്രേ ഉള്ളൂ. ആ റിലവന്റ് ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യുന്നത്.
ഓക്കെ. കൂടാതെ ഈ റിലവന്റ് ഇൻഫർമേഷൻ ഈ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ റെസൊല്യൂഷൻ പ്രൊഫഷനിലാണെങ്കിൽ പോലും ഓക്കെ ഇങ്ങനത്തെ പോലെ ചെയ്യാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആർക്ക് അപേക്ഷ കൊടുക്കാം? നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ അപ്ലിക്കന്റിന് അപേക്ഷ കൊടുക്കാം, മനസ്സിലായോ? ആ റെസൊല്യൂഷൻ അപ്ലിക്കന്റിന് IRP എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ പറയുന്ന റിലവന്റ് ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യാം, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ റെജിസ്റ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ യോഗ്യതയുള്ള ആരെങ്കിലും ആണെന്ന് വിചാരിക്കുക. ഒരു കമ്പനിയുടെ റെസൊല്യൂഷൻ പ്രൊഫഷനാണ് ഞാനാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെങ്കിൽ പോലും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവുകയാണെങ്കിൽ എന്റെ കൈവശമുള്ള കമ്പനിയെ കുറിച്ചുള്ള റിലവന്റ് ഇൻഫർമേഷൻസ് എല്ലാം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം. പക്ഷേ ആ പാസ് ചെയ്യുന്നതിന്റെ ഈ കോൺഫിഡൻഷ്യാലിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഇതൊന്നും നിങ്ങൾ കളയും. ദാറ്റ് മീൻസ് ഈ പറയുന്ന വിവരങ്ങളെല്ലാം മാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു തേർഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യും, കമ്പനിയെ കുറിച്ചുള്ള വിവരം, മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു റെസൊല്യൂഷൻ പ്രോസസ് ചെയ്യുന്നത്. തീർന്നിട്ടില്ല, അടുത്തത് ഓക്കെ ഇനബിലിറ്റി ഓഫ് റെസൊല്യൂഷൻ അപ്ലിക്കന്റ്. ആർക്കൊക്കെയാണ് റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ പാടില്ല? സെക്ഷൻ 29A പ്രകാരം ആർക്കൊക്കെയാണ് റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ പാടുള്ളത്? എന്താ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് എന്ന് വെച്ചാൽ ആര് വേണമെങ്കിലും ആവും. ഒരു റെസൊല്യൂഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യുന്ന ആര് വേണമെങ്കിലും നമുക്ക് റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവും. സോ ഇവിടെ ഒരു കോർപ്പറേറ്റ് ഡയറക്ടറുടെ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കട്ടെ. ഫസ്റ്റ് വൺ, a person shall not be eligible to submit a resolution plan if such a person or any other person acting jointly or in concert with such a person is an undischarged insolvent. Okay, ഒരു insolvent ആവരുത് and is a willful defaulter in accordance with the guidance of the RBI issued under the Banking Regulation Act. അതായത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBI ഒരു ഡിഫോൾട്ടർ ആയിട്ട് തീരുമാനിച്ചാണ്. And third one, sorry, the person has been convicted for any offence and punishable with imprisonment for 2 years or more. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടുന്ന ആളായിരിക്കരുത്. And is qualified to act as a director. under the Companies Act പ്രകാരം ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആളായിരിക്കണം. Is prohibited by SEBI from trading in securities or accessing the securities market. SEBI prohibit ചെയ്യുന്ന ആളാണ്. സോ ഇത്രയും ആൾക്കാർക്ക് എന്താ അറ്റാക്ക് ചെയ്യാൻ പാടില്ല? ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. സെക്ഷൻ 29A പ്രകാരം. ഓക്കെ, സോ നിങ്ങൾ എല്ലാം ആ കണക്ഷനെ തന്നെ ആലോചിക്കണം. ആ പറയുന്ന റിലവന്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷൻ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് ആ റിലവന്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാം. ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ഈ പറയുന്ന റിലവന്റ് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പ്ലാൻ എനിക്ക് സജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ 29A പ്രകാരം നമ്മളോട് പറയുന്നത് ആർക്കൊക്കെയാണ് എന്താവാൻ പാടില്ലാത്തത്? ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ പാടില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പറയുന്നത് ക്ലോസ് C ഓഫ് സെക്ഷൻ 29A. ക്ലോസിംഗ് പറയുന്നത് നമ്മൾ ബാങ്കിന്റെ കേസ് പറഞ്ഞല്ലോ അല്ലേ? അവിടെ പറയുന്നത് നോക്കി, ക്ലോസ് C ഓഫ് സെക്ഷൻ 29A defers a person or a person acting jointly or in concert with such a person. അതായത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ആരൊക്കെയാണ് പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് നോക്കണേ. ഹാസ് ബീൻ അക്കൗണ്ട് ക്ലാസിഫൈഡ് ആസ് NPA, അതായത് അങ്ങയുടെ പേരിൽ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ. And second one is a promoter or a corporate account, the account of which has been classified as NPA. മനസ്സിലായോ? അതായത് അങ്ങയുടെ പേരിൽ ഒരു NPA ഉണ്ട്, ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ ആണ്, ആ കമ്പനിയുടെ പേരിൽ എന്തുണ്ട്? ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്. And is in the management of a corporate account, the account of which has been classified as NPA. അതായത് ഈ പറയുന്ന കമ്പനിയുടെ ഒരു മാനേജർ, അതായത് is in the management of the corporate, അങ്ങയുടെ ഈ പറയുന്ന മാനേജ്മെന്റിനകത്തുള്ള ആളാണ്, ആ കമ്പനിയുടെ പേരിൽ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്. And is in the control of a corporate account, the account of which has been classified as an NPA. ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന കമ്പനിയുടെ കൺട്രോൾ ചെയ്യുന്ന കയ്യിലാണ്, ആ കമ്പനിയുടെ പേരിൽ ഒരു NPA നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്. And a period of 1 year or more has been lapsed from the date of such a classification. ഒരു വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നു. എന്താണ് ഈ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ഒരു വർഷത്തിൽ കൂടുതലായെങ്കിൽ അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു.
മനസ്സിലായോ? അതായത് കഴിഞ്ഞതിനകത്ത് ആരൊക്കെയാണ് എലിജിബിൾ അല്ലാത്തതെന്ന് പറഞ്ഞു. അതിനകത്ത് സി എന്ന് പറയുന്ന ക്ലോസിനകത്ത് ബാങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം പാടില്ല എന്ന് പറഞ്ഞു. സോ ഒറ്റ കാര്യം നമ്മൾ ആലോചിക്കാം, അങ്ങേരെ പേരിൽ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ, ബാങ്കിനകത്ത് നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേരെ മാനേജ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് അക്ടർക്ക് അല്ലെങ്കിൽ അങ്ങേരെ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ഈ പറയുന്നത് പോലെ നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങേർക്ക് നമ്മുടെ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. Last one, clause of section 29A shall not apply to the resolution applicant where such applicant is a financial entity and is not related party to the corporate account. അതായത് ഇത് ആർക്ക് അപ്ലിക്കബിൾ അല്ല, ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന ആർക്ക് അപ്ലിക്കബിൾ അല്ല, നമ്മുടെ ഫിനാൻഷ്യൽ എൻറ്റിറ്റിക്ക് അപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അപ്ലിക്കബിൾ അല്ല. മനസ്സിലായോ? സോ നിങ്ങൾ ആ പ്രോസസ്സ് അതേപോലെ തന്നെ ആലോചിക്കുക. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിളിച്ചു ചേർത്തു, എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ആരെ ഇന്റർണൽ റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ വേണമെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആക്കാം, അതല്ലെങ്കിൽ അങ്ങേരെ മാറ്റി പുതിയ ഒരാളെ നിയമിക്കാം. ഇനി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് 75% കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് വേണ്ടേ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കി. പിന്നെ പഠിച്ചത് അതിനകത്ത് വരുന്ന ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടമാണ്. ആ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിനകത്ത് പറയുന്നത് കമ്പനിയുടെ എല്ലാ റെലവന്റ് ഇൻഫർമേഷൻസും വെച്ചുകൊണ്ട് എന്ത് പാസ് ചെയ്യാം, ഒരു റെസൊല്യൂഷൻ പ്ലാൻ പാസ് ചെയ്യാം. അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത റിലവന്റ് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ റിലവന്റ് ഇൻഫർമേഷൻസ് ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യാം, നമ്മുടെ ഇൻസോൾവൻസി അപ്ലിക്കന്റിന് സബ്മിറ്റ് ചെയ്യാം. സോ അടുത്തത് പറയുന്ന പുതിയ ടേം എന്ന് പറയുന്നത് ഇൻസോൾവൻസി അപ്ലിക്കന്റ് ആണ്. സോ ആർക്കൊക്കെയാണ് ഇൻസോൾവൻസി അപ്ലിക്കന്റ് ആവാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ആൻഡ് നെക്സ്റ്റ് വൺ സബ്മിഷൻ ഓഫ് റെസൊല്യൂഷൻ പ്ലാൻ. അതായത് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിലവന്റ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യാം. As per under section 30, that means a resolution applicant may submit a resolution plan to the resolution professional prepared on the basis of information memorandum. Information memorandum is അടിസ്ഥാനത്തിൽ ഒരു resolution plan resolution professional കൊണ്ട് submit ചെയ്യും. Section 30 subsection 1 of insolvency and bankruptcy. And next one, resolution plan shall be accompanied by an affidavit stating that the resolution applicant is eligible under section 29A. അതായത് നിങ്ങൾ ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സെക്ഷൻ 30 പ്രകാരം എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ നിന്നുള്ള റിലവന്റ് ഇൻഫർമേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പ്ലാൻ ആർപി ആയിട്ടുള്ള റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ടുള്ള എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു അഫിഡവിറ്റ് കൂടെ വെക്കണം. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആവാൻ ഇൻഎലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റ് കൂടെ വെക്കണം. ഓക്കെ ആൻഡ് നെക്സ്റ്റ് റിക്വയർമെന്റ്സ് ഓഫ് റെസൊല്യൂഷൻ പ്ലാൻ. നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആ റെസൊല്യൂഷൻ പ്ലാനിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, കമ്പനിയെ രക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്യണം അല്ലെ. സോ അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന റെസൊല്യൂഷൻ പ്ലാനിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ provides that cost of CIRP shall be paid in priority to other debts. അതായത് CIRP യുടെ കോസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകട്ടോ, നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആ പ്ലാനിനകത്ത് എന്തൊക്കെ വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. എന്താ, ഒന്ന് CIRP എന്ന് പറയുന്ന പ്രോസസ്സിന്റെ കോസ്റ്റ് ആദ്യമേ കൊടുത്തു തരണം. മനസ്സിലായോ? അതായത് നിങ്ങൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് എഴുതി തരുന്ന ആ ആപ്ലിക്കേഷൻസിനകത്ത് ഓക്കെ ഇത്രയും കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അതുപോലെ ആദ്യത്തെയാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇത്രയും രൂപ വെച്ച് കൊടുക്കാം എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ CIRP കോസ്റ്റ് ഇത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആദ്യത്തെ തന്നെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കൊടുക്കാനുള്ള മാർഗ്ഗരേഖ ഉണ്ടാക്കിയിരിക്കണം. And second one provides for manner of payment of debts of operational creditors. ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു. And third one provides for the payment of debts of financial creditors who do not vote in favor of the resolution plan. മനസ്സിലായോ? റെസൊല്യൂഷൻ പ്ലാനിനകത്ത് ഫേവർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ആ ഫേവർ ചെയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം. മനസ്സിലായോ? അതായത് വിട്ടുവീഴ്ചയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലെ, അവർക്ക് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടാവും. அடுத்தது provides that the manner of the management of the affairs of the corporate actor after the approval of resolution plan. അതായത് ഈ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവ് ചെയ്തതിനു ശേഷം ഇനി കോർപ്പറേറ്റ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ കമ്പനിയെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. And the implementation and supervision of the resolution plan. റെസൊല്യൂഷൻ പ്ലാൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആരാണ് ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്. And the plan should not contravene any of the provision of the law from the time in force. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്ലാൻ ഒരു കാരണവശാലും ഒരു നിയമത്തിനും എതിരായിരിക്കരുത്.
and the plan should conform to such other requirements as may be specified by the Board of Insurance and Bankruptcy. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ റിക്വയർമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ആ പ്രോസസ്സ് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആ റെസൊല്യൂഷൻ അപ്ലിക്കേറ്റ് ചെയ്യുക. അല്ല സോറി, റെസൊല്യൂഷൻ അപ്ലിക്കേറ്റ് ആയിട്ട് നിങ്ങൾ ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എഴുതുക. മനസ്സിലായോ? സോ നിങ്ങൾ തരുന്ന പ്ലാനിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും. സോ ഇവിടെ റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പരിപാടിയാണ് ഈ പറഞ്ഞ റിലവന്റ് ഇൻഫർമേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട മാർഗരേഖ എന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണോ റെസൊല്യൂഷൻ പ്രോസസ് ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് തരാം. അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ആ സാധനങ്ങളെല്ലാം ഈ പറയുന്ന റെസൊല്യൂഷൻ അപ്ലിക്കന്റ് തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരാൾ മാത്രമല്ല തന്നെ എല്ലാ ആൾക്കാരും തരാനുള്ള സാധ്യതയുണ്ട്. സോ ഇവർ തരുന്ന സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് ഞാൻ. മനസ്സിലായോ? സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ തരുന്നതിനകത്ത് ഇത്രയും ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, and the next one, submission of resolution plan. The resolution provision shall present to the committee of creditors for its approval such a resolution plan which conform the conditions of. അതായത് ഈ പറഞ്ഞ റെസൊല്യൂഷൻ അപ്ലിക്കൻസ് തന്നിരിക്കുന്ന എല്ലാ പ്ലാനും വെച്ചുകൊണ്ട് എല്ലാ അപ്ലിക്കേഷൻസ് വെച്ചോട്ട് ഞാൻ റെസൊല്യൂഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് അപ്രൂവലിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ആര് വെക്കാനാണ്? കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് വെക്കണം. The committee of creditors may approve a resolution plan by vote no less than 75% of voting shares of the financial creditors. Financial creditors 75% കൈയടിച്ച് പാസ്സാക്കും. ഓക്കെ, ഈ പറഞ്ഞ റെസൊല്യൂഷൻ അപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. റെസൊല്യൂഷൻ പ്ലാൻ ഓക്കെയാണ്. The resolution applicant may attend the meeting of committee of creditors in which the resolution plan of the applicant is considered. Resolution applicant അല്ലെ ആരൊക്കെയാണ് പറയുന്ന റെസൊല്യൂഷൻ അപ്ലിക്കേറ്റ് എന്നുള്ളത് അവർ ഈ പറയുന്ന പോലെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ഭാഗമാവണോ എന്നില്ല. അല്ലെ സോറി, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് വന്ന് പ്രസന്റ് ചെയ്യും. മനസ്സിലായോ? അതായത് നിങ്ങൾ തന്നിരിക്കുന്ന മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഓക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ കൂടെ ഈ പറയുന്ന പോലെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ഭാഗമാവാം അല്ലെങ്കിൽ അവരുടെ മീറ്റിംഗിനകത്ത് പ്രസന്റ് ചെയ്യും. And provide that the resolution applicant shall not have right to vote at the meeting of the committee of creditors unless such a resolution applicant is also a financial creditor. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെങ്കിൽ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതർവൈസ് നിങ്ങൾ ഇത് നിങ്ങളുടെ പ്ലാൻ ആണ് എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയിൽ വന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. And the resolution provision shall submit the resolution plan as approved by the committee of creditors to the adjudicating authority. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെയാണ്. 75% കൂടുതൽ ആൾക്കാർ കൈവോട്ട് അത് തീരുമാനിച്ചെങ്കിൽ ഈ റെസൊല്യൂഷൻ പ്രൊവിഷനിൽ ഈ പ്ലാൻ ആർക്ക് സബ്മിറ്റ് ചെയ്യാം? adjudicating authority will submit. മനസ്സിലായോ? Okay, and the next one, approval of resolution plan by adjudicating authority. അതായത് ഇപ്പോ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ ലെവലിൽ നിന്ന് ഇത് adjudicating authorityയിലോട്ട് എത്തി. ഇനി adjudicating authority ചെയ്യുന്നത് എന്താ? If the adjudicating authority is satisfied that the resolution plan is approved by the committee of creditors meets the requirement as referred to section 30 subsection 2, it shall order to approve the resolution plan. Okay, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ adjudicating authority എന്ത് ചെയ്യാൻ തീരുമാനിക്കും? ആ ഓർഡർ അപ്രൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. The resolution plan so provided shall be binding on the corporate debtor and its employees, members, creditors, guarantors and other stakeholders involved in the resolution plan. ഈ റെസൊല്യൂഷൻ പ്ലാനിനകത്തുള്ള എംപ്ലോയീസും മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഗ്യാരണ്ടേഴ്സും അല്ലാതെ കയറി വരുന്ന സ്റ്റോക്ക് ഹോൾഡേഴ്സ് എല്ലാവരും ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നു. അത് ബൈൻഡ് ചെയ്തിരിക്കുന്നു, സൈൻ ചെയ്തിരിക്കുന്നു. Okay, and after the order of approval of resolution plan by adjudicating authority, അതായത് adjudicating authority ഈ ഓർഡർ അപ്രൂവ് ചെയ്തതിനു ശേഷം the moratorium order passed by the adjudicating authority under section 14 shall cease to have effect. ഇനി moratorium period ഇല്ല. ഇത് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇനി moratorium period ഇല്ല. Okay, and the resolution provision shall forward all records relating to the conduct of the corporate insurance resolution process and the resolution plan to the board to be recorded for its database. എന്നിട്ട് ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊവിഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ റിലവന്റ് ഇൻഫർമേഷൻസ് എല്ലാം ആറിലോട്ട് ഈ ബോർഡിലോട്ട് കൈമാറാം. ബോർഡാണ് ഇതിന്റെ ഡാറ്റാബേസ് ആയിട്ട് എടുത്തത്. മനസ്സിലായോ? ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ബോർഡെല്ലാം അങ്ങനെ നമ്മുടെ IBC-ക്കകത്ത് ട്രാൻസ്ഫർ ചെയ്തു. അവർ ഇത് ഡാറ്റാബേസ് ആയിട്ട് എടുത്തു. സോ റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആണ് ഈ ഇങ്ങനെ ഒരു മാർഗരേഖ നമുക്ക് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ
റെസൊല്യൂഷൻ പ്രൊഫഷൻ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം കമ്പ്യൂട്ടർ ക്രെഡിറ്റേഴ്സിനകത്ത് വെക്കുന്നു. അവർ 85% കൂടുതൽ ഇത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്യും. Okay, and the next one. Effect if resolution plan rejected by NCL. NCL എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഇവിടുത്തെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അല്ലേ? കോർപ്പറേറ്റ് കൺട്രോളിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് NCL. ഇനി ഇങ്ങനത്തെ പ്ലാൻ ആര് അപ്രൂവ് ചെയ്യുന്നില്ല? കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്തു, പക്ഷേ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപ്രൂവ് ചെയ്തില്ല. Okay, if resolution plan is rejected by the adjudicating authority, liquidation process will commence. അതായത് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പറയണ ഓക്കെ ഇത് പാടില്ല, ഒരു കാരണവശാലും ഇങ്ങനെ റെസൊല്യൂഷൻ പ്ലാൻ പാടില്ല, എന്ത് ചെയ്യാൻ തീരുമാനിക്കാം? ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ലിക്വിഡേഷനെ കുറിച്ചാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ലിക്വിഡേഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഇനിഷ്യലി തുടങ്ങിയ തൊട്ട് ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ സ്ട്രക്ചറിനകത്ത് തന്നെ കേൾക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഈ വീഡിയോസ് എല്ലാം ഒരു സിംഗിൾ സ്ട്രക്ചറിനകത്ത് കേൾക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്നും നടന്നില്ല. ഓക്കെ, നമുക്ക് ലിക്വിഡേഷനിലോട്ട് കിടക്കാം. സോ ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.